ശ്വാസം വലിച്ചുവിടൂ. ഈ വയറുവേദന ഇപ്പോ കുറച്ചധികം കാലമായോ? 3-4 വർഷമായി ഡോക്ടർ. ആശുപത്രി പോയാ അവര് പിന്നെ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. പിന്നെ അതിന്റെ പിന്നാലെ നടക്കാനല്ലേ പറ്റൂ. എന്നുവെച്ചാൽ അസുഖം മാറണ്ടേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ നല്ല വേദനയുണ്ടെന്നല്ലേ പറഞ്ഞത്? ഉണ്ട്, ഞാന് അതങ്ങ് സഹിച്ചു നടക്കും. ഞാൻ മരുന്ന് എഴുതരാം. കഴിച്ചിട്ട് വ്യത്യാസമില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞാൽ മതി. സിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോന്നോളൂ. ചെലവിന്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും അമ്മ പേടിക്കണ്ട, കേട്ടല്ലോ? ഈ കള്ളൂടി എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? ഒരു ദിവസം എത്ര കഴിക്കും? ഈ പണിയുടെ ക്ഷീണം കഴിഞ്ഞ് വരുന്നതല്ലേ ഡോക്ടർ, അപ്പോൾ അളവൊന്നും നോക്കില്ല. അപ്പോൾ അതിന്റെ അളവ് അറിയില്ല. പോട്ടെ, ഇനി എത്ര കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ട്? കുറച്ചു കാലം കൂടി ജീവിച്ചു പോണെങ്കിലേ ഈ ശീലം പതുക്കെ ഉപേക്ഷിക്കുന്ന നല്ലത്. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ലെന്നേ. എന്നാ ശരി ഡോക്ടർ. സേവ്യർ സാർ എങ്ങനെയുണ്ട്? മറ്റുള്ള സ്ഥലങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാഴ്ചശക്തിയുടെ കാര്യത്തിൽ ഇവിടെയുള്ളവർ ശരാശരി കൂടുതലാണ്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ 2-3 ക്യാമ്പുകൾ തുടർച്ചയായിട്ട് നടത്തേണ്ടി വരും. മോഡേൺ മെഡിസിന്റെ ഗുണം ഇവരൊന്ന് അറിഞ്ഞു വരണമെങ്കിൽ. അതെ ഡോക്ടറെ, ഈ തോട്ടം പണിക്ക് പോയിരിക്കുന്നവരെ മുഴുവൻ ഒരു 5 മണിക്ക് മുമ്പ് ഇവിടെ എത്തിക്കാനാ ഞങ്ങൾ ശ്രമിക്കുന്നത്. 5 മണിക്ക് നമുക്ക് ക്യാമ്പ് അവസാനിപ്പിച്ചേ പറ്റൂ. അത് കഴിഞ്ഞാൽ കോട ഇറങ്ങും. പിന്നെ താഴേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത് ബുദ്ധിമുട്ടാവും. ആയിക്കോട്ടെ. സേവിയർ 4 മണിക്ക് ഇറങ്ങും. ഞാനും വരുന്നു 5 മണി വരെ ഇവിടെ ഉണ്ടാവും. എന്നാ പിന്നെ ആയിക്കോട്ടെ. കുറച്ച് സമയം കൂടി കഴിഞ്ഞ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. എല്ലാവർക്കും ഒരു ചായ ആവാം. ആയിക്കോട്ടെ. എന്താ എന്റെ പേര്? പ്രഭാകരൻ. പ്രഭാകരൻ. എന്താ പേര്? സാവിത്രി. സാവിത്രി. വിളിച്ചിട്ട് കിട്ടിയില്ല. ഫാദർ, ഞാൻ ഇപ്പൊ വിളിക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് ഫാദർ. വെരി ഗുഡ് മോർണിംഗ് ടു യു. ഞാനിപ്പോൾ രംഗനാഥനെ കാണാൻ വീട്ടിലൊന്ന് കയറിയതേ ഉള്ളൂ. ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകണമായിരുന്നു. ഫാദർ വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇനി എന്തായാലും ഞാൻ അങ്ങോട്ടില്ല. പള്ളിയിൽ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. എന്നാലും ഫാദർ വന്നപ്പോൾ ഞാൻ വീട്ടിലില്ലാതെ പോയല്ലോ. അതൊന്നും സാരമില്ലടോ. നമ്മൾ തമ്മിൽ എന്തിനാ അങ്ങനത്തെ ഫോർമാലിറ്റീസൊക്കെ? അച്ഛനും മോളും തമ്മിൽ വഴക്കിട്ടോ? ഇല്ല. അല്ല, സ്നേഹം എന്തോ ഒരു ടെൻഷനിലായിരുന്നു. സംസാരിക്കുമ്പോൾ മുഴുവൻ എന്തോ ഒരു ഇറിറ്റേഷൻ ഉള്ളതുപോലെ. അത് എന്നോടുമല്ല ഫാദറിനോടുമല്ല, അരുണിനോടാ. അതെന്ത് പറ്റിയിടോ? ഒന്നുമില്ല ഫാദർ. അരുണ ക്യാമ്പിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ പോകാൻ പറ്റില്ലെന്ന അവളുടെ വാശി. പക്ഷെ അയാൾക്ക് പോയല്ലേ പറ്റൂ. അതായിരുന്നോ കാര്യം? പിന്നെ പതിവ് പരാതികൾ തന്നെ. യാത്രക്കിടയിൽ അയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ. അത്രേ ഉള്ളൂ. ഞാൻ കരുതി ഗൗരവമുള്ള എന്തോ വിഷയമായിരിക്കുന്നു. ചില നേരത്ത് അവളുടെ കുഞ്ഞു വാശികൾ എനിക്ക് തന്നെ മനസ്സിലാവാതെ പോകുന്നുണ്ട്. മറ്റുള്ളവർ മനസ്സിലാക്കാതെയുള്ള ചില വാശികൾ. കുഞ്ഞല്ലേടോ, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ജീവിതാനുഭവങ്ങൾ വരുമ്പോൾ മാറിക്കൊള്ളു. അതല്ല ഫാദർ, സ്വന്തം പ്രൊഫഷനിൽ അരുൺ എത്ര ഡെഡിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാം. അത് തിരിച്ചറിയാതെ പെരുമാറുന്നില്ലേ? സത്യം പറഞ്ഞ എനിക്കല്പം അസ്വസ്ഥതയുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനല്ലേ പറ്റൂ. ഈ പ്രായത്തിൽ തല്ലാൻ പറ്റുമോ? ഏത് പ്രായത്തിലും തല്ലൊരു നല്ല കാര്യമല്ല. പിന്നെ ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അവർ തമ്മിലുള്ള പരാതികൾ അവർ തമ്മിൽ പരിഹരിക്കട്ടെ എന്നുള്ളതാ. നമ്മളൊന്നും അതിൽ ഇടപെടാൻ പോണ്ടോ? അല്ല, അവരിൽ മാത്രം ഒതുങ്ങുന്നില്ലല്ലോ, മറ്റുള്ളവരോട് മുഷിഞ്ഞ് പെരുമാറുകയല്ലേ. ഇപ്പൊ തന്നെ ഫാദർ അസ്വസ്ഥയോടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്നാര് പറഞ്ഞു? എടോ, നിസ്സാര കാര്യങ്ങൾക്ക് പരാതി പറയുന്ന അരുണിനെ ഇത്രയും വളർത്തിയത് ഞാനല്ലേ. എനിക്ക് സ്നേഹ പറയുന്ന പരാതികളും പരിഭവങ്ങളും ഒക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളടോ. എടോ, അവര് നമ്മളോട് വിഷമം കാണിച്ചാ നമ്മൾ തിരിച്ചു കാണിക്കുമ്പോഴല്ലേ ഒരു പരാതിക്ക് ഇടവരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു കുസൃതി, അത്രേ ഉള്ളടോ. എന്തായാലും ഞാൻ നടക്കട്ടെ. ഫാദറിനെ പള്ളി വരെ ഞാൻ വിടണോ?
അയ്യോ വേണ്ട വേണ്ട, ശീലങ്ങൾ മാറിപ്പോയാലേ എൻ്റെ ശരീരം അത് വഴങ്ങാൻ തയ്യാറാവില്ല. ഞാൻ അങ്ങ് നടന്നോളാടോ. ഫാദറിന് എപ്പോഴും അങ്ങോട്ട്? എപ്പോ വേണമെങ്കിലും ഒരു തോന്നൽ തോന്നിയാൽ ഞാൻ അങ്ങോട്ട് വരാടോ. അപ്പൊ ശരി. ഓ ശരി ഫാദർ. സ്നേഹ, ഫാദർ വന്നിരുന്നു ഇവിടെ? വന്നു. അച്ഛനെ തിരക്കിട്ട് തിരിച്ചുപോയി. ഫാദറിനോട് നീ മോശമായി പെരുമാറിയോ? ഇല്ല. സത്യം പറ. ഫാദർ ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഇനി എങ്ങനെയാ ഇതിൽ കൂടുതൽ സ്നേഹമായിട്ട് പെരുമാറേണ്ടതെന്ന് എനിക്കറിയില്ല. ദേ നോക്ക്, അരുണിനോട് എന്തെങ്കിലും പരാതിയോ പരിഭവം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഫാദറിനോടല്ല. എന്നോട് ആർക്കെങ്കിലും വഴക്കുണ്ടെങ്കിൽ അത് ഞാൻ അച്ഛനോട് കാണിക്കില്ലേ? അതുകൊണ്ട് ഫാദർ ഡൊമിനിക്കേ അരുണിന്റെ രക്ഷിതാവ് മാത്രമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാ, അങ്ങനെ മാത്രം. ആ, അതാണ് നിന്റെ കുഴപ്പം. നിന്റെ ഇഷ്ടങ്ങൾക്കും നിന്റെ വഴക്കുകൾക്കും ചുറ്റുമുള്ളവരെ ക്രമീകരിച്ച് നിർത്തുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഫാദർ ഇവിടെ വരുന്നതും പോകുന്നതും ഒരു അനുഗ്രഹമായി കാണുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തെ വേദനിപ്പിച്ചാൽ ചിലപ്പോ ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ച അച്ഛൻ അത് വലിയ കാര്യം. മറ്റാരെന്നെ എന്ത് വിഷമിപ്പിച്ചാലും അച്ഛൻ അത് കാര്യമല്ലല്ലോ. എന്ത് വിഷമിപ്പിച്ചു? നിന്റെ വാശിക്ക് കൂട്ടു നിൽക്കുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അതിനെ വിഷമമെന്ന് പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. മോളെ, നല്ല കുട്ടിയെന്ന് പറയിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി അഥവാ പറയിപ്പിച്ചാലും അത് നിലനിർത്താൻ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞു കേൾക്കണമെന്നാ അച്ഛൻ ആഗ്രഹിക്കുന്നത്. എനിക്കെപ്പോഴും അങ്ങനെ പറ്റിയെന്ന് വരില്ല. എന്ത് കേട്ടാലും തല കുനിച്ചു നിന്ന് ആരെ സന്തോഷിപ്പിക്കാനും വയ്യ. ഞാൻ അറിയുന്ന കാര്യങ്ങളിൽ ഞാൻ പ്രതികരിക്കും, എനിക്ക് തോന്നുന്ന രീതിയിൽ. എന്നിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാ മതി. എന്തൊരു വാശിയാ നിന്റേത്. അച്ഛന് കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ടാ ഇങ്ങനൊക്കെ പറയുന്നത്. എന്ത് കാര്യങ്ങള്? ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി താ. വേണ്ട, അത് എന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. സ്നേഹ, ഈ വാശിയും വൈരാഗ്യവും നിന്നെ എവിടെ കൊണ്ടെത്തിക്കുന്നു വല്ല ധാരണയുണ്ടോ? എന്റെ പ്രവൃത്തികൾ ചിലപ്പോ ചിലർക്ക് ഇഷ്ടാവാതെ വരും. അതെ, ചിലർക്ക് ചിലത് ഒളിപ്പിച്ചു വെക്കാനുള്ളതുകൊണ്ടാ. ഡോക്ടറെ, ഇവരൊക്കെ നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തകരാ. ഇന്നത്തെ ഭക്ഷണക്കാര്യമൊക്കെ ഇവര് സ്വയം ഏറ്റെടുത്തിരിക്കുക. ഡോക്ടറെ, ഡോക്ടർക്ക് കുഞ്ഞുങ്ങൾ എത്ര പേരാ? 2 പേര്. മൂത്തത് പെൺകുട്ടി +1 പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 8ാം ക്ലാസ്സിൽ. എത്ര മക്കളാന്ന് ഡോക്ടറിന് തിരിച്ചു ചോദിച്ചു നോക്കിയേ. എനിക്ക് 11 പേരാ. 11 പേരും ഇപ്പം അമ്മയുടെ കൂടെ ഉണ്ടോ? എവിടെ? 6-7 പേരൊക്കെ കാലിന് ഉറപ്പ് കിട്ടിയപ്പോഴേ പോയി. ബാക്കിയുള്ള 3-4 പേരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അത് തന്നെ കാര്യം. എന്തായാലും അമ്മയെ നോക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ. ഉണ്ടുണ്ട്. എണ്ണം പറഞ്ഞാൽ ആവശ്യത്തിലേറെയുണ്ട് ഡോക്ടറെ. പക്ഷേ കാര്യമൊന്നുമില്ല. കഷ്ടമാണ്. വയസ്സായവരെ നോക്കാൻ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ചുറുചുറുക്കോടെ നടക്കുമ്പോ നമുക്കൊരിക്കലും വയസ്സാവില്ലെന്നാ എല്ലാവരും വിചാരിക്കുന്നത്. അതൊക്കെ അനുഭവത്തിൽ നിന്ന് മാറിക്കോളും. പ്രസിഡന്റ്, ഡോക്ടറോട് കാര്യം പറഞ്ഞോ? എന്താ? അല്ല, ഇവര് ചോദിക്കുന്നതേ ഡോക്ടറെ പോലെ ഒരാള് സ്ഥിരമായിട്ട് ഇവിടെ വന്നിരിക്കുമെന്നാ. അല്ല, ഞങ്ങൾ ആദ്യമായിട്ടാ ഇതുപോലൊരാളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ. എനിക്കെന്തായാലും സ്ഥിരമായിട്ടൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം, അതുപോരെ? ഓ, സ്വിച്ച് ഓഫ് ആണ്. അതെങ്ങാനും മാറിയൊന്നൊന്ന് നോക്കിയതാ. ഡോക്ടർ, ഞാൻ 4 മണിക്ക് തന്നെ ഇറങ്ങും കേട്ടോ. ആ, അതിനെന്താ, ഡോക്ടർ പോയിക്കോളൂ. ബാക്കിയുള്ളവരെ ഞങ്ങൾ നോക്കിക്കോളാം. എന്തെങ്കിലും പ്രശ്നം തോന്നിയാ ഡോക്ടർക്ക് റെഫർ ചെയ്യാം. എന്നാ പിന്നെ ഡോക്ടറെ, ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവാ. ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് ചെന്ന് കണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. നടന്നു തീർക്കാന്ന് പറഞ്ഞാലേ ദൂരം ഒരുപാടുണ്ടേ. നിങ്ങളുടെ ടൗണിനെ പോലെ അല്ലല്ലോ. പ്രസിഡന്റ് പോയിട്ട് വന്നോളൂ. ഇവിടുത്തെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ആയിക്കോട്ടെ. ഇവരൊരു ഒറ്റയനെ കുറിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞു. വലിയ കുഴപ്പമാണ്.
കാട്ടുമൃഗങ്ങളുടെ ശല്യം വല്ലാതെ കൂടുതലാണ് ഇവർക്ക്. കൃഷി ചെയ്യുന്നതൊക്കെ പന്നികൾ കുത്തിമറിക്കും. ചില സമയത്ത് പുലിയിറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ വെറുതെ പേടിപ്പിക്കണോ? അല്ലടോ, എന്റെ പ്രാർത്ഥന നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവിചാരിതമായി ഒന്നും സംഭവിക്കരുത് എന്നാ. ഡോക്ടർ സമാധാനമായിട്ട് വീട്ടിലെത്തും. ധൈര്യമായിട്ടിരുന്നോളൂ. ആ ഫോണിൽ നിന്നൊന്ന് കണ്ണെടുക്കും മോളെ. ഇന്നെന്താ ട്യൂഷന് പോകാതിരുന്നത്? യാമി മോളോട് ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. എനിക്ക് പോവാൻ തോന്നിയില്ല, പോയില്ല. അമ്മ എങ്ങോട്ടെങ്കിലും പോകാൻ പോകുമ്പോ എപ്പോഴും മക്കളോട് പറയാറുള്ളതല്ലേ, ഒരു കാര്യത്തിൽ മുടക്കം വരുത്താൻ പാടില്ലാന്ന്. അതൊന്നും മാറ്റി വെച്ചേ. സുമാന്റി എന്തിനാ ഫോൺ പിടിച്ചു വാങ്ങിച്ചത്? അയ്യോ മോളെ, എന്തെങ്കിലും കഴിക്കുമ്പോ ഫോൺ നോക്കിക്കൊണ്ടിരിക്കരുതെന്ന് അമ്മ എപ്പോഴും പറയാറുള്ളതല്ലേ. അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മ പറഞ്ഞോളൂ. അമ്മയില്ലാത്ത സമയത്ത് എന്റെ അമ്മ കളിക്കാനൊന്നും പറഞ്ഞേൽപ്പിച്ചിട്ടില്ലല്ലോ. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ നിന്റെ കാര്യം നോക്ക്. എന്നോട് ചോദിച്ചാലുള്ള മറുപടിയാ ഞാൻ പറഞ്ഞേ. ഞാൻ ചോദിച്ചത് മോക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ടേക്ക്. നിങ്ങളെ ഞാൻ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് തന്നെയാ കാണുന്നത്. എന്നെ അങ്ങനെ കാണണ്ട. എന്റെ കാര്യത്തിൽ അങ്ങനെ വല്ല അഭിപ്രായമൊന്നും പറയാൻ വരണ്ട. സുമേന്തി എന്ത് ചെയ്തിട്ടാ ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? സുമേന്തിക്ക് വിഷമാവൂലേ? ചേച്ചി സോറി പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കോ? ആ പറയിപ്പിക്കും. എന്നൊന്ന് പറയിപ്പിക്കടാ. എല്ലാരും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുക എന്നെ കൺട്രോൾ ചെയ്യാൻ. ആർക്കും ഒന്നും അറിഞ്ഞൂടാത്തോണ്ട് ഇപ്പൊ ചിലപ്പോ എല്ലാരും എന്നെ കുറ്റം പറയും. കുറച്ചു കഴിയുമ്പോ എല്ലാം മാറിക്കോളും. അയ്യോ മോളെ, കഴിക്കാതെ പോവല്ലേ. എനിക്ക് വേണ്ട. സുമേന്തി അമ്മ വിളിച്ചേ. ഇതിപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കണം. ചേച്ചിക്ക് ഇപ്പൊ അഹങ്കാരം കുറച്ച് കൂടുതലാ. വേണ്ട മോനെ, അമ്മ ഒരു കാര്യത്തിന് പോയിരിക്കല്ലേ. ഇതൊക്കെ വിളിച്ചു പറഞ്ഞ അമ്മയ്ക്ക് വിഷമാവും. പിന്നെ പോയ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. സുമേന്തിക്ക് സങ്കടമല്ലേ? സുമയാന്റി മുഴുവൻ നേരം നിങ്ങളുടെ കൂടെ ഇല്ലേ? അപ്പൊ നിങ്ങൾ ചിരിച്ച സുമയാന്റി കൂടെ ചിരിക്കും. നിങ്ങൾ കരയുമ്പോ സുമയാന്റിക്കും കരച്ചിൽ വരും. നിങ്ങൾ വിഷമിച്ച സുമയാന്റി ഉറപ്പായിട്ടും വിഷമിക്കും. സോറി സുമേന്തി, ചേച്ചിക്ക് വേണ്ടി ഞാൻ ക്ഷമ പറയാം. ഇപ്പൊ അടുത്തിടെ ചേച്ചി ഇങ്ങനെ എന്തു പറഞ്ഞാലും ദേഷ്യം, എല്ലാരോടും ദേഷ്യം. അതെന്താ? അതൊക്കെ ഈ വീട്ടിലെ മുതിർന്നവർ നോക്കിക്കോളും. യദുക്കുട്ടനെ അതോർത്ത് വിഷമിക്കണ്ട. മോൻ കഴിക്കാൻ നോക്ക്. യദുക്കുട്ടൻ കൂടെ കഴിച്ചില്ലെങ്കിലേ സുമയാന്റിക്ക് ശരിക്കും വിഷമാവേ. എനിക്ക് വേണ്ട സുമേന്തി. ഇത് എവിടുന്ന സാരംഗ ഇപ്പോ ഹൈ റേഞ്ചിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് പൊട്ടിമുളച്ചത്? അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ വളരെ മുമ്പ് തന്നെ താനത് അറിയേണ്ടതായിരുന്നു. എന്തേ അറിഞ്ഞില്ല? അപ്പൊ ഈ ക്യാമ്പ് വളരെ വൈകി മാത്രം തീരുമാനിക്കപ്പെട്ട ഒന്നാണ്. എന്നിട്ടും അപ്രതീക്ഷിതമായി തീരുമാനിക്കപ്പെട്ട മെഡിക്കൽ ക്യാമ്പില് ഡോക്ടർ അരുൺ ഉണ്ടല്ലേ? മൈഥിലിക്ക് ഇനി എന്തും തീരുമാനിക്കാം. മൈഥിലിയുടെ കൂടെ ജീവിക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചതല്ലേ. പക്ഷേ മൈഥിലി ഇപ്പോഴും നിയമപരമായി നിന്റെ ഭാര്യയാണ്. നീ ഇടപെടുന്ന സ്ഥലങ്ങളിലോ അതിന്റെ ചുറ്റുപാടുകളിലോ നിനക്ക് നിന്റെ തീരുമാനം മാറ്റി പറയാൻ പറ്റുമോ? ഇല്ല. അവരുടെയൊക്കെ മുന്നിലേ ഡോക്ടർ മൈഥിലി സാരംഗിന്റെ ഭാര്യ തന്നെ. അപ്പൊ ഡോക്ടർ മൈഥിലി ചെയ്യുന്ന ഏതൊരു തെറ്റും സാരംഗിന്റെ കഴിവുകേടാ. അങ്ങനെയായിരിക്കും ആളുകൾ കരുതുന്നത്. എല്ലാം വിളിച്ചു പറഞ്ഞാലൊന്ന് ആലോചിക്കാം ഞാൻ. പക്ഷെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വേണ്ടാന്ന് വെക്കും. സാരംഗേ, നീ എന്റെ സേതുവിന് പകരമുള്ളതാ. എന്റെ മോനെ ഞാൻ എത്ര സ്നേഹിച്ചിരുന്നു, അത്രയ്ക്ക് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോടാ. വഴി തെറ്റി നടക്കുന്ന ഒരുത്തിയെ നിനക്ക് ചുമക്കേണ്ടി വന്നല്ലോടാ. കുട്ടിച്ച പ്ലീസ്, എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല. ഇപ്പൊ നിനക്കിത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നാളെ ചുറ്റുമുള്ള ആളുകൾ ഇതിനെപ്പറ്റി അറിയുമ്പോഴോ അവരുടെ നടുവിൽ നിൽക്കുന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ നിന്റെ ഈ ജീവിതത്തിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ നിനക്ക്?
ഇത്തരക്കാരിയായ നീ എന്റെ വീട്ടിലേക്ക് കയറി പോകരുതെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ ലക്ഷ്മിയുടെ കാര്യം ആലോചിക്കും. ഈ ലോകത്ത് ഏത് ഡോക്ടറെ ഞാൻ കൊണ്ടുപോയി കാണിച്ചാലും അവര് പറയുന്നത് ഒന്നും ലക്ഷ്മി അനുസരിക്കില്ല. മൈഥിലി പറയുന്നതേ കേൾക്കൂ, അവള് കൊടുക്കുന്ന മരുന്നേ കഴിക്കൂ. താൻ ജീവിച്ചിരിക്കുന്നത് മൈഥിലിയെ കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരുത്തി. പേടിയായിട്ടാടോ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് വെട്ടിമുറിക്കുമായിരുന്നു ഞാൻ. നിന്നെ ദ്രോഹിക്കുന്ന ഒരാളോട് അങ്ങനെ പൊറുക്കാൻ പറ്റില്ല കുട്ടിച്ചന്. എന്ത് ചെയ്യാനാ കുട്ടിച്ച? സമൂഹത്തിലുള്ള വില ഒറ്റയടിക്ക് കുടഞ്ഞെറിയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ യാമി മോള് നിന്റെ കൂടെയുണ്ട്, അവൾക്ക് സത്യങ്ങൾ അറിയാം. ഇനി നീ ശ്രദ്ധിക്കേണ്ടത് നിന്റെ മകന്റെ കാര്യത്തിലാ. അമ്മയെ അള്ളിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന അവനെ ആ പിടുത്തത്തിൽ നിന്ന് മാറ്റണം. അച്ഛനാണ് ശരിയെന്ന് അവനെ ബോധ്യപ്പെടുത്തണം. അത് ഒരിക്കലും നടക്കില്ല. മൈഥിലിയെ കുറ്റം പറയുന്ന ഒരു വാക്ക് പോലും എതുമോ സഹിക്കില്ല. സാരംഗേ, നമ്മളൊക്കെ വീട്ടുകാരെയും കൂട്ടി കടല് കാണാൻ പോയാല് കാണാൻ എന്തൊരു ചേല. നമ്മൾ ഇന്ന് ചെന്നാലും നാളെ ചെന്നാലും കടൽ അങ്ങനെ തല്ലി അലച്ച് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ദിവസം 40-50 അടി ഉയരത്തിൽ തിരമാലകൾ ഉയർന്ന് സുനാമി ഉണ്ടാവും. അപ്പോ പഴയ വിശ്വാസങ്ങൾ എവിടെ പോയി? കടലിനെ കുറിച്ചുണ്ടായിരുന്ന സങ്കല്പങ്ങൾ എവിടെ പോയി? ശ്രമിക്കണം. യാമി മോള് നിന്റെ കൂടെ നിൽക്കും പോലെ യദുക്കുട്ടനും നിന്റെ കൂടെ നിന്നാൽ, മക്കൾ ഒന്നിച്ച് അമ്മയ്ക്ക് നേരെ കൈ ചൂണ്ടിയാൽ നാണം കെട്ട് ഓടി ഒളിക്കേണ്ടി വരും മൈഥിലിക്ക്, അല്ലെങ്കിൽ ചാവേണ്ടി വരും. ബിസിനസ്സിൽ ആരെയും വീഴ്ത്താനുള്ള മിടുക്കുണ്ടല്ലോ നിനക്ക്, അതെടുത്തങ്ങ് പ്രയോഗിക്ക്. കുട്ടിച്ചന് നിന്റെ ജീവിതമാണ് പ്രശ്നം, നിന്റെ ജീവിതം മാത്രം. എനിക്ക് മനസ്സിലാവും കുട്ടിച്ച. മനസ്സിലൊട്ടും കറയും കളങ്കവും ഇല്ലാതായി പോയതാ എന്റെ പ്രശ്നം. ഞാൻ പൊയ്ക്കോട്ടെ, എനിക്കല്പം തിരക്കുണ്ട്. ഇടറിയ മനസ്സാ നിന്റേത്, തളർന്നു വീഴരുത്. ഒരു മകൻ നഷ്ടപ്പെട്ടു, അതേ സ്ഥാനത്ത് ഇനിയുള്ളവനെ കൂടി നഷ്ടപ്പെടരുത് എനിക്ക്, കേട്ടല്ലോ? ഞാൻ പോയിട്ട് വരാം.